ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു പ്ലെയിൻ ചുരിദാറിൻ്റെ മുകളിൽ ഫ്ലവർ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് അറ്റംപ്റ്റാണ്, പക്ഷെ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിതിൽ വർക്ക് ചെയ്യേണ്ട എത്ര ലെങ്ത്താണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഏകദേശം ഒരു മെഷർമെൻ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ പെയിൻ്റാണ് ഉപയോഗിച്ചത്. ഇതിൽ പെയിൻറ്റ് ചെയ്യാൻ വയ്ക്കുന്ന ബ്രഷിൻ്റെ ബാക്ക് സൈഡിലുള്ള ഭാഗം കൊണ്ട് ഓരോ ഡോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ പെറ്റൽസായിട്ട് വരയ്ക്കാൻ പോവാണ്. അതിൻ്റെ ബ്രഷ് ഇതേപോലെ റെഡ് കളറിലാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതുപോലെ നമ്മൾ വീഡിയോയിലുള്ളതുപോലെ ഞാൻ ഈ ക്ലോത്തിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പെയിൻറ്റ് ചെയ്യുന്നത്. നോർമൽ സാധാ ഞാൻ ബോട്ടിലായിട്ട് ചെയ്യുക അങ്ങനെയുള്ള ഓരോന്നും ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ക്രാഫ്റ്റ് ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ക്ലോത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഇത് കുറേ കാലമായി ഇങ്ങനെ ഒരു ഡിസൈന് ക്ലോത്തിൽ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലവർ ഡിസൈൻ മനസ്സിൽ വന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചെയ്തതാണ്. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ചിട്ട് വരയ്ക്കാനോ ഇതാക്കാനോ കഴിവ് എനിക്കങ്ങനെ അത്ര വലിയ വരയ്ക്കാനോ താനുള്ള അങ്ങനെ വലിയൊരു കഴിവൊന്നുമില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ചെറിയ രീതിയിലൊക്കെ ചെയ്യും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കാണുന്നുണ്ടല്ലേ, ഇതുപോലെ പെറ്റൽസ് വരച്ചെടുക്കാൻ സിമ്പിളാണ്. വലിയ വരയ്ക്കാനൊന്നും അറിയണമെന്നൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഡിസൈൻ കണ്ട് ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. ഞാൻ അതിൽ ഓണത്തിന് ഉള്ള ഒരു വാങ്ങിയ ഡ്രസ്സായിരുന്നു പ്ലെയിൻ ആയിട്ടുള്ള. അപ്പോൾ അതിൻ്റെ മുകളിലൊരു പൂക്കളുമായി ബന്ധപ്പെട്ടൊരു ചെയ്യണം എന്നുള്ളൊരാഗ്രഹം, അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള നെറ്റിപ്പട്ടം ഇതേപോലെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ വീഡിയോ ആയിട്ടൊന്നും ഞാൻ എടുത്തില്ല. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇതേപോലെ ഒരു നെറ്റിപ്പട്ടം ഉണ്ടാക്കിയതിനൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ശരിക്കും ഇതിൽ നമ്മൾ ക്ലോത്തിൽ യൂസ് ചെയ്യുക ഫാബ്രിക് പെയിൻ്റാണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാനത് കടയിൽ പോയി ചോദിച്ചപ്പോൾ എനിക്ക് ഫാബ്രിക് പെയിൻറ്റ് കിട്ടിയില്ല. അവരുടെ അടുത്ത് ആക്രിലിക് പെയിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ക്യാമലിൻ്റെ ആക്രിലിക് പെയിൻ്റാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലവറെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്ററിലുള്ള യെല്ലോ ഡോട്ടിന് ചുറ്റും ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ ഒരു ഗോൾഡൻ്റെ 3D ഔട്ട്ലൈനർ അത് വരച്ചെടുക്കുകയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഫിനിഷിങ് ലുക്ക് ഉണ്ടാവും അതിന്. അപ്പോൾ അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനും ഇതേപോലെ 3D ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഫ്ലവേഴ്സിനൊക്കെ സ്റ്റെം വരയ്ക്കാൻ പോവാണ്. അതിന് ഏറ്റവും ചെറിയ ഇതിൻ്റെ ബ്രഷാണ് യൂസ് ചെയ്യേണ്ടത്. ചെറിയ പോയിൻറ്റ് ബ്രഷാണ്. അതുകൊണ്ട് ഗ്രീൻ കളറിൽ സ്റ്റെം വരച്ചെടുക്കുന്നുണ്ട്. വളരെ തിന്നായിട്ടുള്ള സ്റ്റെമ്മാണ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി അതെല്ലാം കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബ്രഷ് കൊണ്ട് ചെയ്യാം. ഞാൻ അതിൽ വളരെ തിന്നായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനും ഇതുപോലെ സ്റ്റെമ്മ് വരച്ചെടുക്കണം. അത് ഓരോരുത്തരുടെ ഐഡിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പ്രത്യേകിച്ചിട്ട് ഇതായിട്ടുള്ള ഡിസൈനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് സ്റ്റെമ്മ് വരച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. കുറേ ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ട് കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് ചില സ്റ്റെമ്മും ഫ്ലവറിൻ്റെ പെറ്റൽസൊന്നും കറക്റ്റായിട്ടില്ല. എന്നാലും ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം ലാസ്റ്റ് ഫിനിഷിങ് ലുക്ക് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ മൈൻഡിലൊരു പിക്ചറുണ്ട്. അപ്പോൾ അതുപോലെ ആവുമോ എന്നറിയില്ല. അങ്ങനെ സ്റ്റെമ്മ് കഴിഞ്ഞു, നമ്മൾ ലീഫ് വരയ്ക്കാൻ പോവാണ്. ലീഫാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഗ്രീൻ കളറിൽ തന്നെ ലീഫ് വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്റ്റെമ്മിൻ്റെ മുകളിലും 1, 2, 3 അങ്ങനെ ലെവലിൽ ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. സാധാരണ ഈ വർക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നതിന് ആകെ 1-2 മണിക്കൂറിൻ്റെ ആവശ്യമേ ശരിക്കുള്ളൂ. പക്ഷേ എനിക്കിത് ഒരു ദിവസം എങ്ങാനും എടുക്കേണ്ടി വന്നു. വേറൊന്നുമല്ല, മോള് കരഞ്ഞ് അങ്ങനെ ഒന്നും സമ്മതിക്കില്ല. അവൾ ചെയ്യാനിരിക്കുമ്പോഴേയിരിക്കും അവൾ സമ്മതിക്കില്ല. ഇപ്പോൾ ഇത് പെയിൻറ്റ് വല്ലതും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അതിൻ്റെ മുകളിൽ കളിക്കണം. അങ്ങനെ അവൾ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഈ വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കൊച്ചു ഡിസൈൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഫൈനൽ ലുക്ക് കണ്ടാലോ? അങ്ങനെ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻ്റായിട്ടൊന്ന് അറിയിക്കണേ. പിന്നെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ, അങ്ങനെ 2024 എൻ്റെ ഓണം ഔട്ട്ഫിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് സന്തോഷത്തോടെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ഓക്കേ, ബൈ. ഹാപ്പി ഓണം.